പരിചയപ്പെടുത്തുന്നത് ഡീസൽ ബർണർ ഇൻസിനേറ്ററാണ്. ഈ ഇൻസിനേറ്ററിൻ്റെ പ്രത്യേകത, നമ്മുടെ നോർമൽ ടൈപ്പ് ഇൻസിനേറ്ററിൽ നിന്ന് വ്യത്യാസം ഇതിന് ഡീസൽ സെപ്പറേറ്റായിട്ട് നമുക്ക് ഒഴിക്കാനുള്ള ടാങ്കുണ്ട്. ഈ ടാങ്കിൽ നമ്മൾ ഡീസൽ ആവശ്യത്തിന് വളരെ കുറച്ച് മതിയാവും. ഡീസൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേസ്റ്റ് വാരി ഉള്ളിലേക്ക് ഇടുന്നു. സാധാരണ കത്തിക്കുന്ന രീതിയിൽ തന്നെ കത്തിക്കുന്നു. വേറെ ഡീസലിൻ്റെ കാര്യത്തിലോ ഓപ്പൺ ചെയ്യാനായി ഒരു സാങ്കേതിക വിദ്യകളും ആവശ്യമില്ല. ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡീസൽ വരും. നമ്മുടെ വേസ്റ്റ് കത്തി തീർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഡീസൽ കട്ട് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിപ്പം കത്തിക്കാം. ആദ്യം കുറച്ച് വേസ്റ്റ് നമുക്ക് ഡൈപ്പർ അതുപോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിനൊരു ഗ്രില്ലും കൂടെ ഉണ്ട്. ആ ഗ്രില്ല് ഉപയോഗിച്ച് നമുക്ക് അതിന് മുകളിൽ ഡൈപ്പർ പോലുള്ള സാധനങ്ങളിടാം. ഞാൻ ഗ്രില്ലെടുത്തു. ഇതാണ് അതിനുള്ള ഗ്രില്ല്. ഈ ഗ്രില്ല് നമ്മൾ ഈ പൊസിഷനിലാണ് വെക്കുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈപ്പർ പോലുള്ള സാധനങ്ങൾ ഇതിന് മുകളിൽ, നനഞ്ഞ വേസ്റ്റുകൾ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, നമുക്കല്പം ഡീസൽ ഒഴിക്കാം. വളരെ കുറച്ച് മതി ഡീസൽ. ഇനി തീ കത്തിക്കാം. തീപ്പെട്ടി ഇല്ലാത്ത കാരണം നമ്മൾ തീ കത്തി തുടങ്ങിയിരിക്കുകയാണ്. അത് പേപ്പർ അല്പം കത്തി കഴിയുമ്പോഴേക്കും ഡീസലിൻ്റെ പ്രവർത്തനം തുടങ്ങും. നമുക്ക് അത് ശ്രദ്ധിക്കാം. നല്ല രീതിക്ക് ഒന്ന് താമസിക്കുന്നു. നല്ല തീയല്ലേ, വലിയ പുക പോലും ഇല്ലാതെ നല്ല തീയാണ്. ചെറുതായിട്ട് കത്താൻ തുടങ്ങിയതേ ഉള്ളൂ. ഡീസൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്, ചെറുതായിട്ട് എയർ എടുക്കുന്നത് ഡീസൽ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡീസൽ തുപ്പാൻ തുടങ്ങി. ആ ഡീസലിൻ്റെ നോസിൽ കറക്റ്റായിട്ട് എടുത്ത് ഡീസൽ തുപ്പാൻ തുടങ്ങി. ഡീസലിൻ്റെ നോസിൽ ഇങ്ങനെ ഇരിക്കും. ഡീസലിൻ്റെ നോസിൽ ഡീസൽ തുപ്പാൻ തുടങ്ങി. ഉണ്ടോ, ചീറ്റുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ചീറ്റുന്നുണ്ട്. ഇതുണ്ടോ, ഡീസൽ ചീറ്റുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ചിക്കെന്ന് ചീറ്റുന്നതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. നീ അതേലോട്ട് ശ്രദ്ധിച്ചോ. ഡീസലിനാണ് ഇപ്പം തീ കത്തുന്നത്. ഡീസൽ കത്താൻ തുടങ്ങി. ആ തീയുടെ വ്യത്യാസം മനസ്സിലാക്കുക. വീഡിയോയിൽ തീയുടെ വ്യത്യാസം മനസ്സിലാക്കുക. ഇപ്പം ചീറ്റുന്നുണ്ടോ? ഇനി ഡീസൽ കത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡൈപ്പർ അതുപോലുള്ള മറ്റ് വേസ്റ്റുകൾ നമുക്കിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് തുണി ഐറ്റംസ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ താഴോട്ട് പോകാൻ ഒരു കമ്പെടുക്കാം. മുളപ്പുറം ഇത് കുറച്ച് നനഞ്ഞ് അട്ടുകിടക്കുന്ന തുണിയാണ്. എങ്കിലും കുറച്ചും കൂടെ നനയ്ക്കാം. ഇത് നനഞ്ഞ തുണിയാണ്.
പേപ്പറൊക്കെയാണ്. അത് എടുത്തറിയാൻ പറ്റുന്നുണ്ട് ഡീസലിൻ്റെ കത്തുന്നത്. ഇതാണ് ഡീസലിൻ്റെ തീ. ബാക്കി വേസ്റ്റുകൾ കത്തി തീർന്നു. നിന്നുപോയി. മതിയാണ്. ചാർജർ കൂടി ഉണ്ടോ? ഡീസൽ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. വളരെ കുറച്ച് ഡീസലായിട്ടുള്ളൂ. വലിയ കാര്യമായിട്ട് കാണിക്കണ്ട അല്ലേ? ഈ പേപ്പർ മറ്റേ വുഡ് പേപ്പറല്ലോ, കാർഡ്ബോർഡ് പേപ്പറല്ലേ? ഡീസല് ആ ചൂടിന് ആ പുകയുടെ ഇത് കാണിക്കുന്നത് ഡീസലിൻ്റെയാണ്. ഡീസലിൻ്റെ പുക എന്ന് പറഞ്ഞാൽ കത്താനുള്ള ഇന്ധനം വരുന്നതാണ്. പക്ഷെ തണുക്കുന്നതോടുകൂടി അത് നിൽക്കും.